നമസ്കാരം. SB ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. മുഖ്യമന്ത്രിയുടെ ചിരി ചിലപ്പോൾ മാസാണ്, ചിലപ്പോൾ അതൊരു ക്ലാസ്സാണ്. എന്തുകൊണ്ടാണ് മാസും ക്ലാസ്സും എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു അഭിമുഖത്തിനിടയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് വൈറലായി. കാരണം അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, പിണറായി വിജയൻ എന്ന് അര ഡസനോളം വരുന്ന മന്ത്രിമാർ പരാജയപ്പെടും എന്നുള്ളതാണ് VD സതീശൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം VD പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം. അതിന് മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി വളരെ ക്ലാസ്സായി മാസായി മറുപടി പറഞ്ഞത്. പറവൂരിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഒന്ന് ആലോചിച്ച് സംശയിക്കേണ്ട അവസ്ഥയാണ് എന്നുള്ളതാണ്. അതായത് നിന്നെ രക്ഷിക്കാൻ ആരുണ്ടടാ എന്ന് ലൂസിഫറിലെ ആ ഡയലോഗ് പോലെയാണ് അത് തോന്നിയത്. ശരിക്കും നമ്മൾ കുറച്ചുകൂടെ പരിശോധിക്കുമ്പോൾ അത് മുഖ്യമന്ത്രി അങ്ങനെ വെറുതെ ഒരു വാക്ക് പറയുമോ? ഇന്നുവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഒരിക്കൽ പോലും ഒരു പ്രയോഗം നടത്തിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ആ രീതിയിൽ നിങ്ങൾ അവിടെ ആര് രക്ഷിക്കും, നിന്റെ പരിങ്ങലിലാണ്, ആശങ്കയിലാണ് എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഇത്തവണ ആ മുഖ്യമന്ത്രിയുടെ ആ ഉറച്ച വാക്കുകൾക്കും ആ സ്ഥിരതയോടുകൂടിയുള്ള ആ ചിരിക്ക് പിന്നിലും ചില അർത്ഥങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് പറവൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ VD സതീശൻ എന്ന് പറയുന്ന നേതാവ് കഴിഞ്ഞ 25 വർഷമായി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇത്തവണ VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ നിൽപ്പ് അത്ര സേഫ് അല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അങ്ങനെയൊരു ചിരി ചിരിച്ചതും അങ്ങനെയൊരു വാക്ക് പറഞ്ഞതും. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, കയ്പമംഗലത്ത് 2016-ലും 2021-ലും വിജയിച്ച ടൈസൺ മാസ്റ്ററാണ് ഇക്കുറി അവിടെ മത്സരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. എന്തൊക്കെയാണ് ടൈസൺ മാസ്റ്ററുടെ ഒരു പോസിറ്റീവ് ഘടകങ്ങളെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ടൈസൺ മാസ്റ്റർ ചേർത്ത് വിളിക്കുന്നത്. അവിടെ ഒരു ജനകീയ സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കയ്പമംഗലവും ഈ പറയുന്ന പോലെ ഒരു തീരദേശ മേഖലയാണ്. അപ്പം തീരദേശ മത്സ്യത്തൊഴിലാളികളുമായി അല്ലെങ്കിൽ തീരദേശ നിവാസികളുമായി ഇടപഴകിയുള്ള ഒരു പ്രവർത്തന പരിചയം ടൈസൺ മാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ടൈസൺ മാസ്റ്റർക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം ഒരു ജനകീയത അദ്ദേഹത്തിനുണ്ട്. അതായത് ഇപ്പോൾ ഈ പറയുന്ന പോലെ VD സതീശൻ കൂട്ടുന്ന പോലെ സാധാരണക്കാർ എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ പറ്റും, പോയി വേറെ പണി നോക്കണേ എന്ന് പറയുന്ന സ്വഭാവം ടൈസൺ മാസ്റ്റർക്കില്ല. വളരെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി വളരെ കാര്യമാത്ര പ്രസക്തമായി ജനങ്ങളോട് വളരെ കാര്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് CPIയുടെ ടൈസൺ മാസ്റ്റർ എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ടൈസൺ മാസ്റ്ററെ ജനങ്ങൾ ഉൾക്കൊള്ളും എന്നുള്ളൊരു തോന്നൽ മുഖ്യമന്ത്രിക്ക് ഉറപ്പായുമുണ്ട്. തന്നെയുമല്ല, VD സതീശൻ എന്ന് പറയുന്ന ഒരാൾ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി മോഹിച്ചു നടക്കുന്ന ഒരാൾ തന്നെയാണ്. അതിനു വേണ്ടി തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. കേരളത്തിൽ മറ്റുള്ളവർ VD സതീശനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. കാരണം VD സതീശൻ പറവൂരിൽ നിന്ന് ജയിച്ച് വന്നു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ദോഷം ചെയ്യും. അതോടൊപ്പം തന്നെ പലർക്കും, അങ്ങനെ പല നേതാക്കന്മാർക്കും ദോഷം ചെയ്യാൻ സാധ്യതയുള്ള ഒരു നേതാവ് തന്നെയാണ് VD സതീശൻ. അപ്പോൾ ആ VD സതീശനെ കൂട്ടായ പരിശ്രമത്തിലൂടെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഇപ്പം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തലയ്ക്ക് പല ജില്ലകളിലും അല്ലെങ്കിൽ പല മണ്ഡലങ്ങളിലും തൻ്റേതായ ചെറുതെങ്കിലും ചില സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ VD സതീശനിലേക്ക് പോകുന്ന ഒരു 50 വോട്ടെങ്കിൽ 50 വോട്ടിൽ ഒരു ഗണ്യമായ കുറവ് വരുത്താൻ ചെന്നിത്തലയെ പോലുള്ള നേതാക്കന്മാർ വിചാരിച്ചാൽ കേരളത്തിൽ സാധിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി സതീശൻ അവിടെ നേരിടേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നുള്ള ശീലം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ഈ 25 വർഷം പറയപ്പെടുന്നുണ്ടെങ്കിലും ഇതിൽ ഒരു തവണ പോലും VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മന്ത്രിയാവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മന്ത്രി എന്ന് പറയുന്ന ഒന്നിലിരുന്നുള്ള ഒരു ഭരണ പരിചയം VD സതീശന് ഇല്ല. തന്നെയുമല്ല, VD സതീശനെ സംബന്ധിച്ചിടത്തോളം വിജിലൻസ് അന്വേഷണം വരെ നേരിടാനുള്ള സാധ്യതയിൽ നിൽക്കുന്ന ഒരാളാണ്. അതായത് പുനർജനി ഫ്ലാറ്റ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനധികൃതമായി പണപ്പിരിവ് നടത്തി എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കേസ് നിലനിൽക്കുന്നത്. തന്നെയുമല്ല, VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിന് ജനകീയത ഇപ്പോൾ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വസ്തുതയുമുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, ഇവിടെ 60 മുതൽ 70% വരുന്ന ഹിന്ദു മെജോറിറ്റിയാണ് അവിടെയുള്ളത്. അതായത് ഈ മണ്ഡലത്തിൽ ആകമാനം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ക്രൈസ്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15% മുതൽ 20% വരെ അവിടെയുണ്ട്. അതായത് 60 മുതൽ ഏകദേശം ഒരു 80% വരുന്ന ഹിന്ദു വോട്ടുകൾ അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ അവിടെയുണ്ട്. ഹിന്ദുവും ക്രിസ്ത്യനോട് ചേർത്ത് 80% വോട്ടുകളാണ് അവിടെയുള്ളത്.
ഈ ഹിന്ദു വോട്ടുകളിൽ തന്നെ മെജോറിറ്റി വരുന്നത് അവിടെ ഈഴവ വോട്ടുകളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ സതീശനെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നേതാവിന് ഇവിടെ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ ചതുർത്ഥിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈഴവ വോട്ടുകൾ എല്ലാം കൂടി അങ്ങോട്ടേക്ക് വി ഡി സതീശനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് നമുക്കങ്ങനെ ചിന്തിക്കാൻ സാഹചര്യമില്ല. തന്നെയുമല്ല, ഈ പറയുന്ന 20% വരുന്ന ലാറ്റിൻ കാത്തലിക്സിൻ്റെ വോട്ടുകളുണ്ട്. ഈ വോട്ടുകൾ സ്വാഭാവികമെന്നോണം തീർച്ചയായും ഈ 20% വോട്ടുകൾ വളരെ കൃത്യമായി ടൈസൺ മാസ്റ്ററിലേക്ക് പോകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പം ഏകദേശം 20% വോട്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായി. പിന്നെ ഹിന്ദു വോട്ടുകളിൽ ഈ പറഞ്ഞ ഹിന്ദു വോട്ടുകളിൽ പിന്നെ ഈഴവ വോട്ടുകളിൽ തന്നെ ഇടത് വോട്ടുകൾ ധാരാളമായുണ്ട്. നമ്മൾ നോക്കുമ്പോൾ പന്ന്യൻ രവീന്ദ്രൻ ഇവിടെ മത്സരിക്കുന്ന സമയത്ത്, അതായത് 2011 ഏകദേശം 43%-ലധികം വോട്ടിൻ്റെ നേട്ടമായിരുന്നു, അല്ലെങ്കിൽ വോട്ടായിരുന്നു പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറയുന്ന CPI നേതാവിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് 43%, അതായത് അറൗണ്ട് 44% വരുന്ന ഒരു ഇടത് വോട്ട് ബേസ് സത്യത്തിൽ ഇവിടെ പിന്നെ പറവൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനുണ്ട്. അപ്പോൾ ഇത്രയും വോട്ട് പെർസെൻറ്റേജ് കണക്കിൽ നോക്കുമ്പോൾ അവിടെ ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്നു. സാമുദായിക സംഘടനകൾ, നമുക്കറിയാം NSS പോലെയുള്ള സംഘടനകളും ഈ പറയുന്ന വി ഡി സതീശനെതിരായി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. ഈ രണ്ട് ഘടകങ്ങളും ആ ക്രിസ്ത്യൻ ഘടകങ്ങളും എല്ലാം കൂടി ചേരുമ്പോൾ, അതായത് ഈഴവ വോട്ടുകളെല്ലാം അറിയുമെന്ന് പറയാൻ പറ്റില്ല. വെള്ളാപ്പള്ളി പറഞ്ഞാൽ കേൾക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതോടൊപ്പം തന്നെ NSS തന്നെ സുകുമാരൻ നായർ പറഞ്ഞാൽ കേൾക്കുന്ന വോട്ടുകളും കുറവായിരിക്കാം. പക്ഷേ ഇവിടെയെല്ലാം ഈ രണ്ട് സമുദായങ്ങളിലും കൂടി വെറും 1000 വോട്ടിൻ്റെയെങ്കിലും ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു മാർജിൻ ഉണ്ടായാൽ തന്നെ അവിടെ പറവൂരിൽ സതീശൻ്റെ നില ഭദ്രമല്ല എന്ന് പറയേണ്ടി വരും. പിന്നെ ആകെയുള്ള ന്യൂനപക്ഷം ഒരു 10 മുതൽ 15% വരെ എത്തി നിൽക്കുന്ന മുസ്ലിം വോട്ടുകൾ മാത്രമാണ് അവിടെയുള്ളത്. അതിലും ഈ പറയുന്ന പോലെ ഇടതുപക്ഷക്കാർ അവിടെയുമുണ്ട്, അല്ലെങ്കിൽ CPIക്കാർ അവിടെയുമുണ്ട്. അപ്പം ഇങ്ങനെ തുടങ്ങിയ നിരവധി കാരണങ്ങൾ കൊണ്ട്, ഈ രീതിയിലുള്ള ചില കാരണങ്ങൾ കൊണ്ട്, പിന്നെ വി ഡി സതീശൻ്റെ കയ്യിലിരിപ്പ്, ഒന്നാമത്തെ കാര്യം വി ഡി സതീശൻ്റെ ഭരണപരിചയക്കുറവ്, വി ഡി സതീശൻ്റെ ധാർഷ്ട്യം, പുനർജനി ഫണ്ട് തട്ടിപ്പ് കേസ്, പലയിടങ്ങളിലും കുടിവെള്ളം പോലും എത്താത്ത സാഹചര്യം പറവൂർ മണ്ഡലത്തിൽ 25 വർഷക്കാലമായിട്ടും അവിടെയുണ്ട് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാര്യം അതൊരു തീരദേശ മേഖല കൂടിയാണ്. അവിടെ തീരദേശ വികസനമൊന്നും ഒട്ടും സാധ്യമായിട്ടില്ല എന്നുള്ളതിനെക്കുറിച്ച് അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ തുടങ്ങിയ നെഗറ്റീവുകൾ ധാരാളമായി എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ നെഗറ്റീവുകൾ കൊണ്ട് കൂമ്പാരം കൂടി നിൽക്കുന്ന ഒരാളാണ് വി ഡി സതീശൻ എന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട്. ടൈസൺ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു ശക്തി, എന്താ പറയുക, അതിനുവേണ്ടി തന്നെ ഇടതുപക്ഷത്തിൻ്റെ സർവ്വ സംഘടനാ സംവിധാനവും അവിടെ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഈ ടൈസൺ മാസ്റ്റർ ഇതിനു മുൻപ് 2016 കയ്പമംഗലത്ത് 33,440 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കയ്പമംഗലത്ത് നിന്ന് 2016 ജയിച്ചത്. അതായത് വ്യക്തമായ ആധിപത്യം. 2021 22,698 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലും അദ്ദേഹം ജയിച്ചു കയ്പമംഗലത്ത്. അപ്പോൾ അതായത് അദ്ദേഹം ഈ 2 തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോഴും ഈ 2 തവണയും ടൈസൺ മാസ്റ്റർ ജയിച്ചിരിക്കുന്ന 10,000 വോട്ടിന് മേൽ ഭൂരിപക്ഷത്തിലാണ്. അപ്പോൾ സ്വാഭാവികമെന്നോണം ഇവിടെ ഒരു 1000 വോട്ട് ഭൂരിപക്ഷത്തിനെങ്കിലും ടൈസൺ മാസ്റ്റർ വിജയിക്കാനായാൽ അതൊരു വലിയ ചരിത്രമാവുകയും ചെയ്യും. ഈ പറയുന്ന 6 ഡസനോളം വരുന്ന മന്ത്രിമാരുടെ പരാജയം സ്വപ്നം കണ്ട് നടക്കുന്ന 100 സീറ്റിലധികം നേട്ടം UDF ഉണ്ടാകുമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന വി ഡി സതീശനെ പോലെ ഒരു നേതാവിന് കനത്ത തിരിച്ചടിയായി മാറും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ആ ചിരിയും ആ ഡയലോഗും മാസും ക്ലാസുമായി മാറാനുള്ള പ്രധാന കാരണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.